ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് കഴിഞ്ഞ വനിത? ശരി ഉത്തരം സുനിത വില്യംസ്. ആദ്യമായി മനുഷ്യനെ ചന്ദ്രനിൽ എത്തിച്ച ബഹിരാകാശ പേടകത്തിന്റെ പേര്? ശരി ഉത്തരം അപ്പോളോ 11. ഒരു വ്യാഴവട്ടം എന്നത് എത്ര വർഷമാണ്? ഒരു വ്യാഴവട്ടം എന്നത് എത്ര വർഷമാണ്? ശരി ഉത്തരം 12 വർഷം. ഉപഗ്രഹങ്ങൾക്കിടയിൽ വലിപ്പത്തിൽ ചന്ദ്രന്റെ സ്ഥാനം എത്ര? 5. ശരി ഉത്തരം 5. ഇതോടെ കേസ് അവസാനിക്കുന്നു. 1969 ജൂലൈ 21-നാണ് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത്. അമേരിക്കക്കാരായ നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ, മൈക്കൽ കോളിൻസ് എന്നീ ബഹിരാകാശ സഞ്ചാരികൾ അപ്പോളോ 11 പേടകത്തിൽ ചരിത്രം കുറിക്കുവാനായി കുതിച്ചുയർന്നു. ജൂലൈ 21-ന് അപ്പോളോ 11 വാഹനത്തിൽ നിന്ന് ഇറങ്ങി ചന്ദ്ര ഉപരിതലത്തിൽ കാലുകുത്തി ആദ്യ മനുഷ്യനായി നീൽ ആംസ്ട്രോങ്. ഈ വിജയം ശാസ്ത്രലോകത്തിന്റെ ഒരു നാഴികക്കല്ലായിരുന്നു. ഇതൊരു മനുഷ്യന്റെ ചെറിയ കാൽവെപ്പ്, എന്നാൽ മാനവകാശിക്ക് വലിയ കുതിച്ചുചാട്ടവും എന്നാണ് നീൽ ആംസ്ട്രോങ് പറഞ്ഞത്. മനുഷ്യന്റെ ആദ്യ ചന്ദ്രയാത്രയുടെ പ്രസക്തി ജനങ്ങളെ ഓർമ്മിപ്പിക്കുവാനും പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ ഇവ സംബന്ധമായ അവബോധം വളർത്തുവാനുമാണ് ഈ ദിനം നാം ആഘോഷിക്കുന്നത്. നമുക്കേറെ കൗതുകരമായ അമ്പിളി മാമിന്റെ കീഴിൽ കൊതിച്ചു പോകാനും വിവരങ്ങൾ അറിയാനും ഇനിയും ശാസ്ത്രലോകത്തിന് കഴിയട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. നന്ദി, നമസ്കാരം. നിർമ്മിച്ച ആദ്യത്തെ മനുഷ്യനിർമ്മിത പേടകം ഏത്? ഭൂമിയെ വലം വെച്ച ആദ്യത്തെ ഉപഗ്രഹം, കൃത്രിമ ഉപഗ്രഹം. ഭൂമിയെ വലം വെച്ച ഇന്ത്യയിലല്ല സ്പുട്നിക്. ശരിയാണോ? മനുഷ്യൻ ആദ്യമായി സ്പർശിച്ച ആകാശഗോളം ഏത്? മനുഷ്യൻ ആദ്യമായിട്ട് പോയ ചന്ദ്രൻ. ശരി ഉത്തരം ചന്ദ്രൻ. ചന്ദ്രന്റെ വ്യാസം എത്രയാണ്? വ്യാസം 1424 കിലോമീറ്റർ. മനസ്സിലായോ? എന്തുവാ ഇതാണ് എർത്ത്, ഭൂമി. കണ്ടോ? ഭൂമി കണ്ടോ? ഭൂമി. ഇതെന്തുവാ? റോക്കറ്റിന്റെ പേരെന്തുവാ? PSLV. ഒരുപാട് റോക്കറ്റിന് ഒരുപാട് പേരുകളൊക്കെ ഉണ്ട്. ഇതെന്തുവാ? PSLV. ഈ കാണുന്ന എന്തുവാ? ചന്ദ്രൻ. നമ്മുടെ ആകാശത്ത് കാണുന്ന ചന്ദ്രന്റെ രൂപമാണോ അത്? അല്ല. പക്ഷെ നമ്മൾ കാണുന്ന രൂപമല്ല നേരിട്ട് അവിടെ ചെല്ലുമ്പോൾ. മനസ്സിലായോ? ഇത് ചന്ദ്രൻ. അപ്പൊ നമ്മൾ ഈ ചന്ദ്രനിലേക്ക് റോക്കറ്റ് ഒക്കെ വിടുന്ന എന്തിനു വേണ്ടിയാ? വിക്ഷേപിക്കുന്ന എന്തിനു വേണ്ടിയാ? ഒരുപാട് കാര്യങ്ങള് നിരീക്ഷിക്കാം. അപ്പൊ നമ്മൾ ഇതെന്തോ റോക്കറ്റാന്ന് പറഞ്ഞില്ലായിരുന്നോ? ഇവിടെ നോക്കിയേ, ഇത് റോക്കറ്റാന്ന് പറഞ്ഞില്ലായിരുന്നോ? നമ്മൾ ഈ റോക്കറ്റ് വിക്ഷേപിക്കുമ്പോ ഈ റോക്കറ്റ് ഫുള്ളായിട്ട് ചന്ദ്രനിലെത്തുവോ? പിന്നെ എന്ത് ഭാഗം മാത്രമേ എത്തത്തുള്ളൂ? അതിന്റെ മുകളിലത്തെ കുറച്ച് ഭാഗം മാത്രമേ എത്തത്തുള്ളൂ. അപ്പൊ ആ ഒരു ഭാഗമാണ് ആണിത്. ഇതിനെ നമ്മൾ പേടകം എന്ന് പറയും. പേടകം. എർത്തിന് എന്തുണ്ട്? എർത്തിന് മുകളിൽ എന്തുണ്ട്? എർത്തിന് മുകളിൽ എന്തുണ്ട്? മുകളിലായിട്ട് ഒരുപാട് ലെയറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് റോക്കറ്റ് വിക്ഷേപിക്കുകയാണ്. റോക്കറ്റ് വിക്ഷേപിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ലൈവായിട്ട് ഉണ്ടോ? കണ്ടിട്ടുള്ളവർക്ക് അറിയാം. ടിവിക്കകത്ത് ലൈവായിട്ട് ഇങ്ങനെ സെക്കൻഡ്സ് കാണിക്കും. 20, 90, 80 എന്നൊക്കെ പറഞ്ഞിട്ട് അരിയും പോകുന്നത്. റോക്കറ്റ് പൊങ്ങുമ്പോൾ എന്ത് വരും? തീ വരും. അപ്പൊ തീ ഇങ്ങനെ കത്തിയെന്ന് നിങ്ങളങ്ങ് വിചാരിക്കണം. തീ എന്താ? ഇത് കത്തി റോക്കറ്റ് മുകളിലോട്ട് പോവുക. ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഇതെന്ത് ചെയ്യും? പൊട്ടിത്തെറിക്കും. പൊട്ടിത്തെറിച്ച് അവസാനം കണ്ട ഈ ഒരു ചെറിയ പോർഷൻ പോലെ ആകും. അപ്പൊ നമ്മുടെ റോക്കറ്റ് എന്ത് ചെയ്ത് പൊട്ടിത്തെറിച്ച് മേളത്തെ ഈ ഭാഗം മാത്രമായിട്ട് പോവുക. ഭൂമിയുടെ ഓരോ ലെയർ ഉണ്ടല്ലോ, ആ ലെയറിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അതാണ് കാണുന്നത്. കണ്ടോ? കാണുന്നുണ്ടോ?
ഇതിങ്ങനെ പെട്ടെന്ന് പോകത്തില്ല. സാറ് കാണിക്കുന്ന പോലെ പെട്ടെന്ന് പോകത്തില്ല. പതുക്കെ ഓരോ തവണ ഇങ്ങനെ വലം വെച്ച് സമയമെടുത്തായിരിക്കും പോകുന്നത്. ഇതിങ്ങനെ പോയി എവിടെ എത്തി? ചന്ദ്രനില് എത്തി. അപ്പൊ ആ ചന്ദ്രനിൽ എത്തുന്നതിന്റെ ഒരു വർക്കിംഗ് മോഡലാണ് 4ാം ക്ലാസ്സിലെ 4A വാമിക ഇവിടെ നിർമ്മിച്ചു കൊണ്ടുവന്നത്. ഒരു ക്ലാപ്പ് കൊടുത്ത എല്ലാവരും.